പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനമാണ്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. നമ്മിൽ പലരും ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞവരുമാണ്. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കായി സമയം കണ്ടെത്തുന്നവരും പ്രാർത്ഥനയ്ക്കും വചനം വായിക്കുന്നതിനും സമയമില്ലാത്തവരുമാണ് നമ്മിൽ പലരും. സൃഷ്ടാവിന് ഉപരിയായിട്ട് സൃഷ്ടവസ്തുക്കളിലാണ് നമ്മുടെ ശ്രദ്ധയും താല്പര്യവും. വിശ്വസിക്കേണ്ടവനെ വിശ്വസിക്കാത്തതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് ലോകത്തോടുള്ള അമിതമായ മൈത്രി കുറയുന്നത്. ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് എന്ന ചിന്തയുള്ളവരാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വയ്ക്കുന്നത്. ഈശോ പറയുന്നു, പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആരും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന്. വിശുദ്ധ യോഹന്നാൻ 6:63 യേശു പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നാം ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ ലോക നേട്ടങ്ങൾക്കായിട്ട് കഠിനമായി പരിശ്രമിക്കുമ്പോൾ യേശു ചോദിക്കുന്നു, ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടമാവുകയാണെങ്കിൽ ഈ നേട്ടങ്ങൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് നമുക്ക് എന്ത് ദൈവത്തിന് കൊടുക്കാൻ സാധിക്കും? വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്. ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ളതാണ്. ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നത്. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ വചനമാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത്. ആ വചനത്തെ നാം വിനയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നാം ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നമുക്ക് ആവശ്യമായ എല്ലാം ദൈവം നമുക്ക് നൽകും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകും. കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.